ഒരു മനുഷ്യായുസിന്റെ പകുതി മുഴുവൻ പ്രവാസിയായി ജീവിച്ച നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജനിപ്പിച്ച ഉമ്മയില്ല, കൂടെ പിറന്ന സഹോദരനില്ല, ജന്മം നൽകിയ മകനില്ല, പാതിയായി ജീവിച്ച ഭാര്യയില്ല, പാതി ജീവനിൽ അരുകുപറ്റി കിടക്കുന്നു. ഇവരെല്ലാം ഈ അവസ്ഥയിൽ എത്തിച്ചത് തനിക്ക് പിറന്ന ആദ്യത്തെ കൺമണിയാണെന്ന സത്യം ആ അച്ഛനിലുണ്ടാക്കിയ ഒരു പൊട്ടിത്തെറിയുണ്ട്. അതായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവിനും സംഭവിച്ചത്. അഫാനെയും പിതാവിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ റഹീം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എല്ലാം തകർത്ത് കളഞ്ഞില്ലേടാ എന്ന്. അത് അയാളുടെ ചങ്കിൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. കാരണം ഒന്നിച്ചു വളർത്തിയ മക്കളിൽ മൂത്ത മകൻ തന്റെ ഇളയ മകന്റെ ജീവൻ എടുത്തു എന്നത് എങ്ങനെ ഒരു ഉപ്പ സഹിക്കും? ഉപ്പയുണ്ടാക്കിയ കടമാണ് അഫാനെ കൊലപാതകയാക്കി മാറ്റിയതെന്നായിരുന്നു സംഭവം നടന്നതിന് ശേഷം പരന്ന വാർത്തകൾ. എന്നാൽ അതെല്ലാം തള്ളുന്നതാണ് കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ട്. ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അഫാന്റെയോ അമ്മയുടെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല. കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കൊല നടന്ന ദിവസം 50,000 രൂപ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി. കൊല നടക്കുന്നതിന് തലേ ദിവസവും കാമുകിയിൽ നിന്നും 200 രൂപ കടം വാങ്ങി. ഇതിൽ നിന്നും 100 രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയെയും കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാൻ പോയത്. 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. കടക്കാർ വരുന്നതിന് മുൻപാണ് കൊലപാതകങ്ങൾ ചെയ്തത് എന്നാണ് അഫാന്റെ മൊഴി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. അഫാന്റെയും അച്ഛൻ റഹീമിന്റെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത്. ഇതിന് ഉമ്മയെയും അനുജനെയും കൊണ്ട് തെണ്ടുന്നത് കാണാൻ വയ്യ എന്നായിരുന്നു അഫാൻ മറുപടി നൽകിയത്. പ്രതിയെ സിനിമ സ്വാധീനിച്ചു എന്ന പ്രചാരണം തെറ്റാണെന്നും പോലീസ് പറയുന്നുണ്ട്. 4 പേരെ തലക്കടിച്ച് കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രചാരണം തെറ്റാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അഫാനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ വഴിയരികിൽ മകനെ കാണാൻ കാത്തുനിന്ന ഉപ്പയും തലവെട്ടി പിളർന്നിട്ടും കട്ടിൽ നിന്നും വീണതാണെന്ന് മാത്രം പറഞ്ഞിരുന്ന ഉമ്മയും ഈ നാടിന്റെ നൊമ്പരമായി മാറി.